കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള കായികവൽക്കരണ നടപടിയോട് യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് LDF സർക്കാർ സന്നദ്ധമായിരുന്നില്ല. ആ PM ശ്രീയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം ഉണ്ടാക്കണമെന്നും LDF ആഗ്രഹിച്ചിരുന്നില്ല. അത് PM ശ്രീ എന്നത് ശക്തമായി എതിർക്കുന്നു. കഠിനമായിട്ട് പരാമർശങ്ങൾ നടത്തിയവരുണ്ട്. അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞങ്ങൾ വന്നാൽ ഇത് LDF BJP ഡീലിൻ്റെ ഭാഗമാണ് എന്നെല്ലാം നിലപാടെടുത്തവർ ഗവൺമെൻറ് തങ്ങളുടെ കയ്യിലായതോടെ പഴയ നിലപാടുകളിൽ നിന്ന് തീർത്തും തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം പിന്നീട് PM ശ്രീ നടപ്പാക്കുന്നതിൻ്റെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന നിലയാണ് വന്നത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കങ്ങളുണ്ടായി, വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ UDFൻ്റേതായ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിരുന്നില്ല. അതായത് UDF യോഗം ചേർന്ന്, UDFൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ആ യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അങ്ങനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുക എന്നതാണ് അവരംഗീകരിച്ച നിലപാട്. മുഖ്യമന്ത്രിക്ക് പുറമെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുന്ന നിലയാണ് ഉണ്ടായത്. മെയ് 4 മുൻപ് നമ്മുടെ സംസ്ഥാനത്തെ LDFും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണ് PM ശ്രീ എന്ന് പറഞ്ഞവർക്ക് അതിനുശേഷം PM ശ്രീയെ അംഗീകരിക്കുമ്പോൾ അതേത് ഡീലിൻ്റെ ഭാഗമാണ്? അവർക്ക് തന്നെ സ്വയം ചാർത്തി കിട്ടുന്ന വിശേഷണം എന്താണ്? LDF സർക്കാർ MOU ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ആ MOU നയപരമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ LDF സർക്കാർ മരവിപ്പിച്ചിരുന്നു. മാത്രമല്ല, ആ മരവിപ്പിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു.